എത്ര വർഷമായി ഡ്രൈവർ കയറിയിട്ട്? 2005 മുതൽ തുടങ്ങി. അതിൻ്റെ മുന്നേ ഞാൻ 2005 ഡ്രൈവറായത്, ഹെവി ഡ്രൈവറായത്. അതിൻ്റെ മുന്നേ ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട്. എന്താണ് നിങ്ങളെ വണ്ടി ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങൾ, അതേപോലെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ? എക്സ്പീരിയൻസ് അതിൻ്റെ ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ വണ്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നില്ല, നമ്മളൊരു കുടുംബം നോക്കിയിട്ടാണ് നമ്മൾ വരുന്നത്. അങ്ങനെ നമ്മൾ ലോഡ് സെറ്റാക്കി നമ്മൾ ലോഡ് കയറ്റി പോകുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഇറക്കുന്ന സ്ഥലത്ത് എത്തുന്ന വരെ നമുക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളുമാണ്. കാരണം നമ്മളൊരു ജീവൻ പോരാട്ടമാണ്. നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയെ നോക്കണം, സേഫ്റ്റി ആയിട്ട് വണ്ടി നോക്കണം, വണ്ടിയുടെ മെക്കാനിക്കൽ ഭാഗം നോക്കണം. ഇതൊക്കെ നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടായിരിക്കണം. ഡ്രൈവിങ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധ നല്ല വേണം. ഒരു റോഡ് ക്രോസിങ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് കൊണ്ടുപോയി ഇറക്കുന്ന വരെ നമുക്ക് ഭയങ്കര റിസ്ക്കാണ്. ഇതിറക്കി നമുക്ക് അതിൻ്റെ വാടക കിട്ടി, അത് വാടക കിട്ടിയിട്ട് പിന്നെ നമ്മുടെ കുടുംബത്തിലേക്കുള്ള അരി വാങ്ങാനുള്ള ഒരു ഇതാണ്. പൈസ കിട്ടിയിട്ട് വേണം നമ്മുടെ കുടുംബത്തിലേക്ക് എത്തിക്കാൻ, മുതലാളിമാർക്ക് കൊടുക്കാൻ. പിന്നെ നമ്മളത് ഇറക്കിയ ഒരു ദിവസം അവിടെ ആൾട്ടിങ് ആയി, രണ്ടാമത്തെ ദിവസം നമ്മൾ ലോഡ് കയറ്റിയ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കാവും. നമ്മളെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ ലെവലാണ്. നമ്മുടെ നാട്ടിലേക്ക് എത്തിപ്പെടുമ്പോഴത്തേക്കും നമ്മൾ ഒരാഴ്ച, രണ്ടാഴ്ച, ചിലപ്പോൾ 20 ദിവസം, ചിലപ്പോൾ ഒരു മാസം വരെ നമുക്ക് നാട്ടിലെത്താനുള്ള സമയമാവും. നമ്മുടെ നാട്ടിൽ വല്ല കാര്യങ്ങളുണ്ടോ വെച്ചാൽ നമ്മളറിയില്ല. അപ്പൊ അതൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. പക്ഷെ നമ്മളെന്താ വെച്ചാൽ ജീവിതം, ഒരു കുടുംബം നോക്കേണ്ട ബുദ്ധിമുട്ട് വിചാരിച്ചാണ് ഈ വണ്ടികളിൽ നമ്മൾ പണിയെടുക്കുന്നത്. പക്ഷെ നമുക്ക് ഇതിനോട് ചെറുപ്പം മുതലേ ഇതിനോടൊരു ഇത് വന്നപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഇതായി, മോട്ടോർ വീട്ടിലുള്ളൊരു ഇതായി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ വണ്ടിയും പണിയുണ്ട്. ലോറി, ബസ്, കുറേ കാലം ബസ്സിലെ ഡ്രൈവറായിരുന്നു. അതിൻ്റെ മുന്നേ ലോറിയിലായിരുന്നു. പിന്നെ ഇപ്പോൾ വീണ്ടും ലോറിയിൽ തന്നെ വന്നു. പിന്നെ യാത്ര ചെയ്യുമ്പോൾ ഹൈവേന്ന് ചെറുവണ്ടികളായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? വണ്ടി ബ്ലോക്ക് ഇടുക, അല്ലെങ്കിൽ വേറെ ആൾക്കാർ ബുദ്ധിമുട്ടാക്കുക, അങ്ങനെ എന്തെങ്കിലും നമുക്ക് ലോഡ് ആയിട്ട് വരുമ്പോൾ എന്തെങ്കിലും പാഴ്ചകളോ അല്ലെങ്കിൽ ബ്രേക്ക് കുടിക്കുന്നതിന് പെട്ടെന്ന് ഒരാൾ വന്ന് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഡായ്മ, ബ്രേക്ക് കുടിച്ചാൽ കിട്ടായ്മ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ? ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ മാക്സിമം ഒരു 50-100 ഡിഫറൻസിലേ ഞാൻ വണ്ടി ഓടിക്കുള്ളൂ. കാരണം വണ്ടി നമുക്ക് ചവിട്ടിയാൽ കിട്ടുന്ന ആ ഒരു പൊസിഷനിലേ ഞാൻ വണ്ടി ഓടിക്കും. ഞാൻ ഒരു വണ്ടിയുടെ മൂട്ട് പിടിച്ച് കടിച്ച് അങ്ങനെ പോകാറില്ല. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം അത്രയും ഇതിലേ ഞാൻ പോവുള്ളൂ. പിന്നെ നമുക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്രസ് ലോഡ് കയറ്റുമ്പോഴാണ് ബുദ്ധിമുട്ടുള്ളൂ നമുക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വല്ല മറ്റേ പച്ചക്കറി, ഫ്രൂട്ട്സ്, മീന്, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മണിക്കൂർ കൊണ്ട് നമുക്ക് ഓടിയെത്തേണ്ട ഒരു ഇത്. സാധാ ലെവലിൽ പോകുകയാണെന്ന് വെച്ചാൽ നമുക്ക് പതിയെ പോയാൽ മതി. അപ്പം ഇങ്ങനെയുള്ള മീന്, പച്ചക്കറി, ഇങ്ങനത്തെ സാധനങ്ങൾ കയറ്റുമ്പോഴാണ് ചവിട്ടി പിടിക്കുള്ളൂ. അങ്ങനത്തെ വണ്ടിയിൽ പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അങ്ങനത്തെ വണ്ടിയിലല്ല പോകുന്നത്, നമ്മളിപ്പോൾ സാധാ വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ ഫുഡ് കാര്യങ്ങൾ, അതുപോലെ പിന്നെ കുളി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഫുഡ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം വെച്ച് കഴിക്കുന്നു, നമ്മുടെ ഇഷ്ടാനുസരണം വെച്ച് കഴിക്കുന്നു. പിന്നെ ഹോട്ടൽ ഭക്ഷണം നിവൃത്തിയില്ലെങ്കിൽ ഹോട്ടൽ ഭക്ഷണം കഴിക്കും. കുളി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ സ്പോട്ട് കിട്ടുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്രോൾ പമ്പാവും, ചില സമയത്ത് ലോറി പാർക്കിംഗ് ഏരിയവും, അവിടെ വെച്ച് നമ്മൾ കുളി കാര്യങ്ങൾ, ഫുഡ് അറേഞ്ച്മെന്റ് നമ്മളവിടെ വെച്ച് കഴിക്കുന്നു. ഇതാണ് നമ്മളെ ലോറിയിൽ പോകുന്ന ആൾക്കാരെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ എനിക്ക് പറയാനുള്ളത് എങ്ങനെ, ഈ ചെറുവർക്ക് വിചാരണ്ട് ഈ ലോറി പോലെ നല്ല സുഖമാണ്, ഭയങ്കര സുഖമാണൊക്കെ. പക്ഷെ നമ്മളെ ബുദ്ധിമുട്ട് എന്താന്ന് ഇപ്പൊ മനസ്സിലായിണ്ടാവും. ഈ പല ആൾക്കാരും പറയുന്നത് ലോറി റൈറ്റ് ട്രാക്കിൽ കൂടെ പോണ കാര്യം. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ ചെറു വണ്ടിക്കാരും ചെറിയ കാറുകാരും ഒക്കെ സഡൻ ബ്രേക്ക് ചവിട്ടും. ഈ സഡൻ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ചവിട്ടിയാൽ കിട്ടൂല. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ റൈറ്റ് സൈഡിൽ പിടിക്കുന്നത്. പിന്നെ എന്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യമാണ്, ഒരു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടതാണ്. ഒരു വണ്ടി പായ കെട്ടിയത്, ചിലപ്പോൾ ഡ്രൈവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്പർ പ്ലേറ്റ് മറിഞ്ഞു പറഞ്ഞാണ്ട്. ഈ വണ്ടിക്ക് 4 സൈഡിലും 5ാമതാ ഇവിടെ വരെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇത്രയും നമ്പർ ഉണ്ടായിട്ട് ചിലപ്പോൾ ശ്രദ്ധ വിട്ടിട്ടുണ്ടാവും. അതിനുള്ള കമന്റാണ് എന്നെ വളരെ സങ്കടപ്പെടുത്തിയത്. മോശം കമന്റ് പറഞ്ഞാൽ അത്രയും മോശപ്പെട്ട കമന്റാ ചെയ്തത്.
നമ്മളിത് ആരും ഇടിച്ചിട്ടിട്ട് നിർത്താതെ പോകലോ അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ചെയ്തിട്ടില്ല. എന്നെ വരെ ഞാൻ കണ്ടിട്ടുമില്ല. എന്തെങ്കിലും നമ്മളെ കയ്യിൽ നിന്ന് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ സൈഡാക്കിയിട്ട് എന്താ പറ്റിയത് അത് നോക്കുള്ളൂ. അല്ലാതെ നമ്മൾ ഈ കാണുന്ന കാര്യമൊന്നുമല്ല നമ്മൾ ചെയ്യല്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ വലിയ വണ്ടികളിൽ ഭൂരിപക്ഷം ആളുകൾ വിചാരിക്കുന്ന അവൻ്റെ പേരിൽ വലിയ തെറ്റാണ്, അവൻ്റെ ഡ്രൈവിങ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഇതുണ്ട്. ഇതിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുവണ്ടികൾ പറഞ്ഞാൽ ബൈക്ക് മുതൽ ഓട്ടോറിക്ഷ, കാറ്. ഇപ്പം ഈ കാറിൻ്റെ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ 4 സൈഡ് ഡോറിൻ്റെ ഗ്ലാസ് കയറ്റിയിട്ടുണ്ടാവും. പിന്നെ അത് കയറ്റി വെച്ചിട്ടാണ് ഇപ്പോഴത്തെ ഭൂരിഭാഗം ആളുകൾ വണ്ടി ഓടിക്കും. ഈ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു റൈറ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റിലേക്കൊന്നും നമുക്ക് കട്ട് ചെയ്ത് കയറേണ്ട സ്ഥലം ഉണ്ടാവും. അതിൻ്റെ മുന്നിൽ ഇങ്ങനെ ചവിട്ടിങ്ങാണ്ട് കാറുകൾ പോകും. ചിലപ്പോൾ അവർ ലെഫ്റ്റ് സൈഡിൽ പോകേണ്ട കാറാണെന്ന് വെച്ചാൽ ലെഫ്റ്റും അല്ല റൈറ്റും അല്ലാത്ത റോഡിൻ്റെ നടുക്ക പിടിച്ച് പോകുന്നവരും പ്രകൃതിയിൽ. കുറ്റം പറയല്ല, ഇതിനെ പറ്റിയിട്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും അറിയാത്ത ആളുകളാണ് ഈ കാറ് ഇപ്പം ഇങ്ങനെ ഓടിച്ചു പോകണം. അല്ലാത്ത ആളുകൾ നേരെ പോകുന്നുണ്ട്. പിന്നെ ബൈക്ക്, അതേമാതിരി ഓട്ടോറിക്ഷ ഇങ്ങനെയുള്ളൊക്കെ നടുക പിടിച്ചിട്ട് ലോറിക്കാരന് ടന്നേജ് വെച്ചിട്ട് ചിലപ്പോൾ 10 വെച്ചിട്ട് 10 ടന്ന് 12 ടന്ന് ലോഡ് പാസിംഗ് ലോഡ് വെച്ച് പോകുന്ന ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുന്ന വെച്ചാൽ ആ വണ്ടിക്കാരനെ കയറ്റത്തിൽ മുകളിൽ വെച്ചിട്ട് മുന്നത്തെ വണ്ടി ചെറുവണ്ടി അടിച്ചിട്ട് ബ്രേക്ക് ചവിട്ടിയിട്ട് എന്നിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് സ്പീഡിൽ അവർ പോയി. പിന്നെ നമ്മളായിരിക്കുന്ന ഹൈ ഗിയറൊക്കെ ഇട്ടുണ്ടാക്കി വണ്ടി കയറ്റം കയറി നിലവിൽ കയറ്റുമ്പോൾ വളരെ റിസ്ക്കാണ്, നമുക്ക് നല്ലൊരു ബുദ്ധിമുട്ടാണ് വരും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചാൽ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാം. സഹായിച്ചിട്ടില്ലെങ്കിലും ഉപദ്രവിക്കാതെ മാക്സിമം ഉപദ്രവിക്കും.